അമ്മേ, ഞാൻ കോളേജിൽ പോവാനേ. ആ ഏ ഈ വേഷത്തിലാണോ കോളേജിൽ പോകാൻ പോകുന്നത്? ഇന്ന് കോളേജിലെ എത്നിക് ഡേയാ. എല്ലാരും ഇങ്ങനെ ഡ്രസ് ചെയ്തായിരുന്നേ, നന്നായിട്ടില്ലേ? എന്തോ ഡേ ആണെങ്കിലും ഇത് വേണ്ട. ആ പിഞ്ച് ടോപ്പിട്ടുണ്ട് പോ. കല്യാണത്തിന് പോവാന്നേ തോന്നത്തുള്ളൂ. ഇങ്ങനെ പോയി എന്തോ അമ്മ കുഴപ്പം? ഇടാനല്ലേ ഇതൊക്കെ വാങ്ങി വെച്ചേക്കുന്നേ. എന്റെ പൊന്നു വെച്ചാൽ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഇതെങ്ങനെ ബാഗിനകത്താക്കി ചുരുട്ടി വെച്ചിട്ട് കോളേജിൽ ചെന്നിട്ടിട്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ടുപോയിട്. നീ ഇപ്പൊ ഇതിട്ടുണ്ടായിരുന്നപ്പോ നാട്ടുകാർ കാണത്തില്ലേ? പോ അമ്മ അവിടുന്ന്. ഇത് തന്നെ അമ്മ എന്ത് കാണിച്ചു വെച്ചേക്കുന്നത്? എനിക്ക് നാണക്കേടാ. പിള്ളേരെല്ലാം എന്നെ മണിക്കുട്ടി പശു എന്നാ വിളിക്കുന്നേ. പിന്നല്ലാതെ ഞാൻ ഈ കാണിച്ചത് കൊണ്ട് ഇവിടെ കണ്ണുദോഷം ഏൽക്കുന്നില്ല, പ്രാക്കേക്കുന്നില്ല, കൂടോത്രം ഏൽക്കുന്നില്ല. മനസ്സിലായോ? നമ്മുടെ വളർച്ചയിലെ അസൂയുള്ളവരാ ചുറ്റുമുള്ളവര്. അത് മനസ്സിലാക്കണം. ഇത്രയും ഉണ്ടായിട്ട് ഒന്നും ഇല്ല 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 എന്ന് പറഞ്ഞു നടന്നിട്ട് മാത്രമാണ് നമ്മളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റം വന്ന് നിൽക്കുന്നത്. അത് നീ മനസ്സിലാക്ക. അമ്മ എന്തോ അമ്മ ഈ പറയുന്നത്? എന്തോ കണ്ണേക്കാനാ? അമ്മ ഈ പറമ്പ് മൊത്തം ഉള്ള തകിടും പട്ടും എല്ലാം കുഴിച്ചിട്ടേക്കുമല്ലേ, പിന്നെ എങ്ങനെ കണ്ണ് കയറാനാ നമ്മുടെ വീട്ടില്? അങ്ങനാ. പക്ഷേ ഇനിയും ജപിച്ചിടാൻ ഇവിടെ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മളും കൂടെ നോക്കണം, നമ്മളും കൂടെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. മാറ്റിയിട്ടിട്ട് ആ പിഞ്ച് ടോപ്പും ആ കറുത്ത പാൻറ്റോ ഷോളോ എന്തെങ്കിലും ഇട്ടോണ്ട് പോയിക്കേ. കഷ്ടമുണ്ട്. സേതു, കോളേജ് പോകാൻ സമയമില്ലേ മോളെ? അമ്മ പറയുന്നൊക്കെ കേട്ടെ. ചെല്ലേ, ഈ ഡ്രസ്സ് മാറിയിട്ട് വേറെ എടുത്തിട്ട്. മധുരമേ, ഞാൻ പോയി മുടി ഒന്ന് വെട്ടിയിട്ട് വരാം. മുടി വെട്ടിക്കാനോ? മുടി മാത്രം ആക്കണ്ട, താടിയും ട്രിമ്മി ചെയ്ത് ഒരു കോട്ട് സൂട്ട് വിട്ടങ്ങ് നടക്ക്. ഈ മുടിയൊക്കെ ട്രിമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒരു എരണം ഉണ്ടാവും. ആ എരണം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർ എന്തോ പറയുമെന്നാ. വെട്ടണ്ടേ? അപ്പം 3-4 മാസമായി തലമുടി ഒന്ന് വെട്ടിയിട്ട്. അയ്യോ, എന്തോ ചെയ്യാനാ? മനുഷ്യരുടെ പഞ്ഞം പറഞ്ഞ് പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സുന്ദരക്കൂട്ടനാക്കി നിൽക്കല്ലേ? എടീ, ഞാൻ എന്തോ ഇതല്ല അവിടെ വളർത്തിയൊരു ഭ്രാന്തൻ്റെ വിട്ട് നടക്കണമെന്നാണ് നീ പറയുന്നത്? ഒരു കാര്യം ചെയ്യും, മുടി വെട്ടണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മൊട്ട അടിച്ചങ്ങ് കളാം. ആ പിരിയും കൂടെ അങ്ങ് എടുത്തോ, വേണമെങ്കിൽ താടിയും കൂടെ എടുത്തോ. അതാവുമ്പം നമ്മുടെ ഈ പൈസ ഇല്ലെന്ന് നാട്ടുകാർ വിചാരിക്കത്തുള്ളൂ. തലയങ്ങ് വെട്ടാം ഞാൻ. തലയെടുത്ത് എങ്ങനെ ജീവിക്കുന്നത്? അമ്മ ചിക്കൻ ഫ്രൈയും കക്കയും കണവയും വെച്ചിട്ടുണ്ട് കേട്ടോ, കഴിക്കണേ. ചോറ് വെച്ചിട്ടില്ല അമ്മ? ചോറ് ഇച്ചിരി വെച്ചിട്ടുണ്ട്. ബസ്മതി അരിയാ, കുഴപ്പമില്ലല്ലോ. കൂടി അരിയാണേ. അയ്യോ, ഈ തള്ള അവിടെ നിപ്പുണ്ടായിരുന്നോ? ഇപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് ഇറങ്ങിനെ. വന്നോ കുനിക്കേ, വയ്യാത്ത പോലെ ആക്ക്. ആ, കൈ ഇങ്ങനെയൊക്കെ. ആ, അയ്യോ വാ. അയ്യോ അയ്യോ വയ്യായേ. അയ്യോ കണ്ടോ, എനിക്ക് വയ്യ മോളെ. എന്തൊക്കെയോ കഷ്ടമുണ്ട്. കൊച്ചിന്റെ ചെരുപ്പ് വരെ കീറിയിരിക്കുന്നു. ചെന്ന് സൂക്ഷിക്കണേ. ആ ഇച്ചയ്യേ, എന്തോ ഉണ്ട്? മധുവേ, എന്തോ ഉണ്ട്? എന്തോ പരിപാടി? ഓ, എന്തോ ചെയ്യാനാ, കൊച്ചിനെ കോളേജിൽ വിടാനേ. കൂട്ടാനും കറിയും വെക്കാനൊന്നും ഒന്നും ഇല്ലെന്നേ. അതിന്റെ പഞ്ഞം പറഞ്ഞോണ്ട് വരുവായിരുന്നു. അയ്യോ, ഇന്ന് ഒന്നും കഴിച്ചില്ലേ രാവിലെ? ഞാൻ ഒന്നും കഴിച്ചില്ല. എന്തോ കഴിക്കാനാ? ഇച്ചിരി പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, കൊച്ചിനും കൊടുത്തു. എത്ര നാളായി ചൊവ്വേന്നേരം വായിക്ക് രുചിയായിട്ട് കഴിച്ചിട്ട്. എന്തായിരുന്നു ഇന്ന് രാവിലെ അവിടെ? ഇവിടെ ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, പക്ഷെ എന്നാലും 2-3 മുട്ടയും പുഴുങ്ങി, ഒരു ഏത്തപ്പഴം, ഒരു ഗ്ലാസ് പാലും ഞങ്ങൾ കുടിച്ച്, ഞങ്ങൾ രണ്ടുപേരും കൂടെ. പഴങ്കഞ്ഞും കഴിച്ചു. പഴങ്കഞ്ഞും കഴിച്ചു. ഓ, എന്തോ ചെയ്യാനാന്ന് പറ. എത്ര നാളായി ഇച്ചിരി മുട്ടയും പാലും ഒക്കെ നമ്മൾ കണ്ടിട്ടല്ലേ മക്കളെ? കഷ്ടം, എൻ്റെ കുഞ്ഞങ്ങ് ക്ഷീണിച്ചു പോയി. കഴിഞ്ഞ ദിവസം ഇച്ചിരി മുട്ട വാങ്ങിക്കാമെന്ന് വെച്ച് കടയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് കോഴിക്ക് പനി വന്ന് കോഴിയെല്ലാം അങ്ങ് ചത്തുപോയി. പാല് വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലോ പശുവിൻ്റെ അകിടിന് നീര് വീക്കം. കഷ്ടകാലം ബസ്സം പിടിച്ചാ വരുന്നത്. അയ്യോ, അപ്പൊ എന്തുവായിരുന്നാലും ഒന്നും കഴിക്കാനൊക്കത്തില്ലല്ലോ. ഓ, എന്തോ ചെയ്യാനാ, വയ്യ. കയ്യിൽ 5 പൈസ നിൽക്കുന്നില്ലെന്നേ. അതെങ്ങനാ? ബിജുവിന് നല്ല ചെലവാന്നല്ലോ ബേക്കറിയില്. നല്ല ചെലവാ, ബേക്കറി നല്ല ചെലവാ. സാധനം വാങ്ങിച്ചു, പക്ഷെ സാധനങ്ങൾ വിറ്റു പോകുന്നില്ല. അതെന്തൊരു വർത്തമാനമാ? ഞാൻ കണ്ടാന്നല്ലോ ബേക്കറി നിറച്ച് ആള് നിൽക്കുന്നത്. അതിന്റെ അടുത്തല്ലയോ കൊച്ചാട്ട ബസ് സ്റ്റാൻഡ്. അപ്പൊ ആൾക്കാർ അങ്ങനെ കയറി നിൽക്കുന്നതാ. പിന്നെ അല്ലാതെ ഷീറ്റ് ഇറക്കിയിട്ടില്ലയോ, അതും പഞ്ചായത്ത് ഇറക്കി തന്നതാ. എന്തോ ചെയ്യാനാ? അയ്യോ കഷ്ടം. അങ്ങനെ 5 പൈസ നിൽക്കത്തില്ല. എന്തെങ്കിലും കിട്ടിയാലോ നടന്നു കഴിഞ്ഞാലോ എൻ്റെ കൈ കൊണ്ട് തരത്തില്ല.
എപ്പോഴും വെള്ളവടി. ബിജു കുടിക്കുവോ? കുടിക്കുവോന്നോ? അങ്ങ് കമത്തുവാ. ഈ ബേക്കറി എന്നും പറഞ്ഞ് 24 മണിക്കൂർ ഷാപ്പിൽ പോയിരിക്കുവാ. ചേടാ ഇത് ഇപ്പോഴാണല്ലോ ഞങ്ങളൊക്കെ അറിയുന്നേ. കഷ്ടകാലവാ, കഷ്ടകാലം. അണ്ടേ ഒരുത്തിയുണ്ട്, ഒരൊറ്റ കൊച്ചേ ഉള്ളൂ, പഠിക്കത്തുമില്ല. പഠിക്കത്തില്ല. അല്ലോൻ്റെ കൂടെ ഒളിച്ചോടി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യവും ഇല്ല, മുടിയുമില്ല, നിറവും ഇല്ല. എന്തോ ചെയ്യാനാ? പോ മോളെ, പോ. പാവം കൊച്ച്, നൂന്ന് നടക്കാൻ വയ്യ, കുനിഞ്ഞു പോടി. ഞാനൊന്ന് പോയി കിടക്കട്ടെ, എനിക്ക് ഭയങ്കര ക്ഷീണം. എനിക്കറിയത്തില്ല, പറയുന്ന പോലെ ഒന്നുമല്ല, നല്ല സുന്ദരിയൊരു കൊച്ച. നീ എന്താ വർത്താനം അടി പറഞ്ഞേ? എന്തു പറഞ്ഞേ? ഞാൻ എവിടെ അടി വെള്ളം കുടിക്കുന്നേ? നിങ്ങൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാറുണ്ടോ? കുടിക്കാറുണ്ട്. അതാന്ന് പറഞ്ഞാന്ന് വിചാരിച്ചാൽ മതി. നീ അങ്ങനെയാണെന്ന് പറഞ്ഞേ? നീ വെള്ളം അടിക്കുമെന്നില്ലേ പറഞ്ഞേ? മോട്ടർ നിങ്ങൾ വെള്ളം അടിക്കാറുണ്ടോ? അതാന്ന് അങ്ങ് വിചാരിച്ചാൽ മതി കേട്ടോ. അത് ശരിയാ. പിന്നെ കടയിൽ തിരക്കില്ല, കൈ പൈസ ഒന്നും ഇല്ല, എന്തിനാ ആവശ്യമില്ലാതെ കള്ളത്തരം പറയാൻ നിൽക്കുന്നേ? നല്ല തിരക്കില്ലേ കടയിൽ? എന്നാ പറയട്ടെ, പോയി നല്ല തിരക്കാ, നല്ല പൈസയുണ്ട്, ലാഭമുണ്ട്. എന്നിട്ട് പാസ്ബുക്കും എല്ലാ പെൻഷൻ ബുക്കും എല്ലാം, ആ ബുക്കും ഈ ബുക്കും എല്ലാം എടുത്തങ്ങ് കാണിക്കട്ടെ ഞാൻ, പൈസയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ. അത് വേണ്ട. എന്നാ പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കാതെ കടയിൽ ഇപ്പം തിരക്കായി കാണും, അങ്ങോട്ട് ചെല്ല്. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോഴേ ആ ഫ്രണ്ടിലത്തെ 4 റോ ടൈല് പൊട്ടിയിരിക്കുന്നത് അതെങ്ങനെയാ? കടയിലെ തിരക്ക് കാരണം പൊട്ടിയത്. ആൾക്കാർ വന്നും കയറി ഇറങ്ങി അവരുടെ വെയിറ്റ് കാരണം പൊട്ടിപ്പോയി. 10-200 മുട്ട പപ്സല്ലേ ഡെയിലി ചിലവാകുന്നത്. നീ എന്തു പറയുന്നത്? എന്നാ പിന്നെ അതങ്ങ് മാറണം കേട്ടോ. പിന്നെ തിരക്ക് ഇച്ചിരി കൂടുതലാ, സമ്മതിച്ചു. പക്ഷെ ആ കടയിലെ കടമുറി 2-3 എണ്ണം കൂടെ വാടകയ്ക്ക് എടുക്കണം, അതുകൂടെ അങ്ങ് ചെയ്യണം. പിന്നെ 2 പേരെ എക്സ്ട്രാ വെക്കണം. മലയാളികളെ വെക്കണ്ട, വല്ല ബംഗാളികളെ വല്ലതും വെച്ചാൽ മതി. അടി ആൾക്കാർ ചോദിക്കത്തില്ലേ മലയാളികളെ എന്താ വെക്കാഞ്ഞത്, ബംഗാളികളെ എന്തിനാ വെച്ചെന്ന് വെച്ചാൽ ഞാൻ എന്തോ പറയും? നിങ്ങളുടെ അച്ഛൻ്റെ ബംഗാളിലെ അവിഹിതമെന്നങ്ങ് പറഞ്ഞാൽ മതി. സഹോദരങ്ങൾക്ക് പൈസ കൊടുക്കണ്ടല്ലോ. ഒന്ന് പൊടി എടുത്ത് ചെല്ല അങ്ങോട്ട്. പിന്നെ അപ്രന്റീസിനെ വല്ലതും വെച്ചാൽ മതി കേട്ടോ. ഒരു 1000 പൂക്കേക്കിന്റെ ഓർഡർ ഉണ്ട്, ഞാൻ എന്തോ ചെയ്യണം? നിങ്ങൾ ഇരുന്നങ്ങോട്ട് ഉണ്ടാക്ക. ഓർമ്മ പറയട്ടെ? വേറെ. ഇന്ന് ചോറ് കൂടിപ്പോയി. അരിയില്ല ചോറ് വെക്കാന്. അതെന്തിനാ കലയോടെ വെച്ചേക്കുന്നേ? അതെൻ്റെ കുഞ്ഞ് വിശന്ന് വരുമ്പോൾ അടപ്പി ചോറുണ്ടെന്ന് പറഞ്ഞ് അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞ് ഇപ്പം ചോറ് കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കിടന്ന് ഉറങ്ങിപ്പോവും. അതിനയച്ചയ്യേ. ഷോ അത് സ്വർണ്ണമല്ലയോ? ചൊറിയുന്നു എനിക്ക്. സ്വർണം വാങ്ങിക്കാൻ പൈസ എവിടുന്ന് അയച്ചയ്യേ? അല്ല എന്തിനാ വന്നേ? എനിക്ക് ഇച്ചിരി ഉറ വേണം. അയ്യോ എത്ര ദിവസമായി പാല് വാങ്ങിച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞില്ലയോ? അതുകൊണ്ട് ഉറയോ തൈരോ ഒന്നുമില്ല. വേണമെങ്കിൽ വിരലുറ തരാം, അതാണെങ്കിൽ കീറിയതും. എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് തൈര്. നീ ഉറയെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലോ? ഇവിടെ ഒരു തൈരുമില്ല, ദാരിദ്ര്യമാണെന്നേ. മധുരമേ, എടീ ഞാനൊരു കാറ് ബുക്ക് ചെയ്തെടി, ഇപ്പൊ നമുക്ക് യാത്ര പോവാൻ. പിന്നെ എന്താടാ കുട്ടാ, എഴുതാല്ലോ. എന്തോ ചെയ്യാനാന്ന് പറ. കൊച്ചിന് കളിക്കാനേ ഒരു കാറ്, കളിപ്പാട്ടക്കാറ്, അത് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞതാ. കളിപ്പാട്ടോ? അതിനെന്തിനാ പിന്നെ ബുക്ക് ചെയ്യുന്നേ? ഓൺലൈനിലേ ബുക്ക് ചെയ്താലേ വരത്തുള്ളൂ. കുഞ്ഞു കാറ്. ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വിലയില്ലാത്തത്, അതാ വാങ്ങിക്കുന്നത്. അതിപ്പോ പുതിയതായിട്ട് ഞാൻ കേൾക്കുക, പ്ലാസ്റ്റിക് കാറിന് ബുക്ക് ചെയ്യുന്നെന്ന്. വിജയ് പോകുന്നില്ലയോ? അപ്പൊ തൈരില്ലല്ലോ? ഇല്ല. ശരി, ഞാൻ പോവാ. രണ്ടും കൂടെ തൊള്ള തുറക്കാൻ നിൽക്കുന്നു. കൊള്ളാം. ഈ കാർ നമുക്ക് മഞ്ഞ പെയിന്റ് അടിച്ചാലും. മഞ്ഞില്ല, റെഡ് അല്ലേ നല്ലത്? മഞ്ഞ മതി. ഫ്രണ്ടിൽ എൻ്റെ പേര് ഇവിടെ വെക്കാം, നിന്റെ പേര്.
രണ്ടും കൂടെ മൊബൈലിൽ എന്തോ കാണിക്കുവാ? എടി നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയ വണ്ടി മോളെ കാണിച്ചു കൊടുക്കുമായിരുന്നു. കിണ്ടേ കാണിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്, വണ്ടി എടുക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ മൊത്തം കോളാമി വെച്ചങ്ങ് അറിയിക്ക്. നീ എന്തുപടി കിടന്ന് തുള്ളുന്നേ? പിന്നെ അല്ലാതെ ഒന്ന് പതുക്കെ പറഞ്ഞുകൂടായോ? നാട്ടുകാരെ കേൾക്കത്തില്ലയോ? ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ വാങ്ങിക്കുന്ന വണ്ടി നമ്മുടെ അല്ല. അപ്പൊ നമ്മുടെ കാറല്ലേ? നമ്മുടെ ആണ്, പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ നമ്മുടെ അല്ല. ആര് ചോദിച്ചാലും നമ്മുടെ വണ്ടി അല്ല കിടക്കുന്നത് അങ്ങ് പറയണം. ആരും ചോദിച്ചില്ലെങ്കിൽ പറയണ്ടല്ലോ. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അങ്ങോട്ട് കയറി അങ്ങ് പറയണം നമ്മുടെ അല്ലാന്ന്. ഇനി ഇവിടെ കാറ് വാങ്ങിക്കുന്നു എന്നുള്ള സംസാരം ഈ വീട്ടിൽ കേൾക്കുന്നു, കേട്ടല്ലോ? അയ്യോ, ഞാനൊരു സ്വർണ്ണം ഊരി വെച്ചേക്കുവാ. അച്ഛാ, നമ്മുടെ കാറിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അത് നമ്മുടെ കാറല്ല. ആണ്ടേ വല്ലോറുടെയും കാർ എങ്ങനെയുണ്ട്? ഇവിടെ നിന്റെ പേര് വെക്കാം, വല്ലോറുടെയും കാറിന്റെ ഫ്രണ്ടിൽ. എങ്ങനുണ്ട് നമ്മുടെ വണ്ടി? നല്ലതാ. നമ്മുടെ വണ്ടി. അതിനെന്ത് പേടി? പിള്ളേരല്ലേ ഇവിടെ? ആ പിള്ളേരാന്ന് വെച്ച് ഈ കോളാമി വെച്ചാന്നോ നാട്ടുകാരെ അറിയിക്കുന്നത്? ഇത് അവരുടെ കണ്ണു ദോഷം കൂടെ. സന്തോഷമായി. പിന്നെ എല്ലാവരും അറിയിക്കും നമ്മുടെ കയ്യിലുണ്ടെന്ന്. കയറി മോളെ കയറി. സപ്താഹത്തിന് പോകുന്നെങ്കിൽ നേരത്തെ ഇറങ്ങണം, അല്ലാതെ ഉച്ചയ്ക്ക് പോയിട്ട് കാര്യം. ആഹാ, ഇവർക്ക് വീട്ടിലിരുന്നൂടെ? ഞങ്ങളുടെ വണ്ടിയാ. ഇതാന്ന് നാളെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞേ വണ്ടി. അത് ഇതാ ഓർഡർ ചെയ്ത വണ്ടി. ഇത് വലുതാണല്ലോ. ചേട്ടൻ സ്മാൾ സൈസാ ഓർഡർ ചെയ്തത്, വന്നത് XXL ആയിപ്പോയി. തിരിച്ചു കൊടുക്കണം, വിലയില്ലാത്തതാ. അപ്പൊ ശരിക്കും ഇത് ബിജുവിന്റെ വണ്ടി അല്ലയോ? ഇത് ശരിക്കും ഞങ്ങളുടെ വണ്ടിയല്ല, ഇത് ചേട്ടന്റെ വകയിലൊരു വല്യച്ഛന്റെ വണ്ടിയാണ്. ചേച്ചന്റെ വണ്ടിയാണെന്നാ പറഞ്ഞത്. ഡിച്ചന്റെ. ആ, ഞങ്ങൾ എന്തോ ചെയ്യാനല്ലോ മോളെ, എന്തോ ചെയ്യാനാ? അങ്ങേരുടെ വീട്ടിലിടാൻ സ്ഥലമില്ല, പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടിടുവാ. എന്തോ ചെയ്യൂന്ന് പറ. അതെ, വണ്ടിയുടെ ചാവി ഒന്ന് പൂജിക്കണം, അമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. കയറടി. ചെല്ലട്ടെ ചേട്ടാ, അമ്മാവന്റെ വണ്ടി എടുക്കുക. പഴയ വണ്ടിയെ സൂക്ഷിച്ചെടുക്കണേ, ക്ലച്ചൊക്കെ പതുക്കെ ചവിട്ടണേ. അമ്മാവൻ പൊന്നേ പൊടിയെന്ന് നോക്കിയതാണേ. ചേട്ടാ, ഗിയറൊക്കെ പതുക്കെ മാറ്റണേ കേട്ടോ. അതിനൊന്ന് ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ മേ? നീ എൻ്റെ മോള് തന്നെയാണോ? സംശയമുണ്ട്. ചേട്ടാ പതുക്കെ സ്റ്റിയറിങ് പതുക്കെ തിരിയണേ കേട്ടോ, കേട്ടോ. മാവന്റെ ആ കൊച്ചിനെ ഇപ്പൊ കൊന്നേനെ. ഓ, അമ്മാവന്റെ ഡോറ്. ഇത് പണ്ട് ഞാൻ കണ്ട അതേ മാറ്റി ഇതിനകത്ത് ഇട്ടേക്കുന്ന അമ്മാവൻ്റെതേ. ശരി എന്നാ. പായലെല്ലാം കൂടെ കയറി കുത്തി അങ്ങ് പിടിച്ചു. അതുകൊണ്ട് പറയാൻ വന്നപ്പോഴത്തേനും മോളെ പ്ലാസ്റ്റിക്കിന്റെ വണ്ടി പോലും. അത് ഓടിക്കാൻ ഒക്കുന്നല്ലോ പ്ലാസ്റ്റിക്കിന്റെ. അതൊക്കെ പറ്റും. എന്തൊരു ദരിദ്രവാസികളാ. അങ്ങ് ദാരിദ്ര്യം പറിച്ചതേ ഉള്ളൂ. ദാരിദ്ര്യം പറിച്ചിട്ട് ഒന്നുമില്ല. അവര് വിചാരിക്കുന്നത് നമുക്കിതൊന്നും അറിയത്തില്ല, നമുക്കിതൊന്നും കണ്ണടച്ചിരിക്കുവാന്നാ വിചാരം. അയൽവാസി ദരിദ്രവാസി. ദരിദ്രവാസി. നമുക്ക് പോകാം. കുഞ്ഞാൾക്കൊരു പാത്രമാക്കിയതാരാണോ, ഒതുക്കുന്ന പൊന്നു മുക്കിയതാരോ. അതെ, നമസ്തേ. നമസ്തേ. എടോ, രാവിലെ 7 മണിക്ക് ഇവിടെ പെയിന്റ് അടിക്ക് പണിക്ക് വരണമെന്ന് പറഞ്ഞാന്നോ? സമയം 10:30 നീയൊക്കെ എവിടെ പോയി കിടക്കുമായിരുന്നു? തത്തോ, എൻ്റെ പൊന്ന് തതെ, ഞങ്ങൾ 6 മണിയാകുമ്പം വീട്ടിൽ തെങ്ങിരിക്കാം. വീട്ടിൽ തെങ്ങിരി ഞങ്ങൾ അപ്പുറത്തോടെ തൈറ്റ് പോലും അവിടെ താനും എത്തുമ്പോൾ നേരെ പോകുന്നു. ഇപ്പോൾ തന്നെ ഇവരെ വിളിച്ചു ഞങ്ങൾക്ക് വരാനായിട്ട് ഈ ഏത് തോന്നുന്നത് കറ്റും ഞാൻ എന്ത് ചെയ്യാൻ? മനസ്സിലായി. ഞങ്ങൾ രാവിലെ 6 മണിയാണ് ഇപ്പൊ ഇവിടെ വന്നേ. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പം മനസ്സിലാക്കാൻ പോലോ. ഓ ഓ ഇതൊക്കെ വരും. ഏത് പോന്നോ എന്നാലും സ്ട്രോങ്. ചക്ക എന്തുവാ ഇത് പുള്ളിക്കാന്ന് വെച്ചാൽ പുത്തി കഴിക്കുന്ന ആളാണ്. പുത്തി സാധനം അടിക്കുന്ന പുത്തിസ്ഥാനത്ത് കഴിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് പുത്തി ചതിച്ച് ശ്വാസകോശ പുത്തിയാണ്. ഞാൻ ഇതിനകത്ത് ആരെയായിരുന്നു വിളിച്ചേ? പുതിയ കോണ്ടാക്ട്. എന്നെ വിളിച്ചേ? ഇപ്പൊ ഇയാളാന്ന മുതലാളി? ഞാനാ മുതലാളി. എടോ, അത് മേടിച്ചൊന്ന് പിടിക്കട്ടോ, ഇയാൾ വെറുതെ നിൽക്കുമല്ലയോ?
പിടിച്ചോളാം. ആ കൈയിരിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കടൂ. ഇയാൾക്ക് വയ്യായിരിക്കുമല്ലേ? ഞാൻ സ്ട്രോങ് ആന്ന്. അതോ പോയത് മേത്തൊത്ത് പോയതാ. എന്ത് സംഭവം എന്നറിയോ? ഇവൻ എൻ്റെ പണിക്കാരനായിരുന്നു ആദ്യമേ. പിന്നെ ഇവൻ ഗൾഫിൽ പോയി അറബിയുടെ എൻട്രി പെയിൻ്റ് അടിച്ചപ്പോൾ ഇവനങ്ങ് തലക്കനം എന്നേക്കാളും മേളിലാ എൻ്റെ മോലാളിയാന്നൊരു ഭാവമൊന്നും. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ ശക്തി കണ്ടില്ല. ഇന്നെ തോമത്തെ വായന്ന് പോത്തെ. ആ പോയി. ഞാൻ തന്നെ എല്ലാം ചെയ്യും. ആ സാധനം താപ്പോട്ട് ഇറക്കി വെക്ക്. ഇവിടെ ഏത് കളറാണ് മാച്ചാന്ന് വെച്ചാൽ അങ്ങോട്ട് അടിച്ചേ. ഇവിടെ 10 രാത്രി വൈറ്റ് കയറ്റി അടിക്കാം. എന്താ 10 രാത്രി വൈറ്റ് കയറ്റി അടിക്കാം. എന്നിട്ട് ബോർഡർ ഒരു മെരൂന്ത കൊടുക്കാം. മെരൂന്ത കയറ്റി അടിക്കാം. കിടക്കാമോ? എന്നാ കിടക്ക. പാറ ഇത് താത്ത് വെച്ചിട്ട് അപ്പുറത്തോട്ട് ചെല്ല്. അവിടെ വെള്ളമുണ്ട്. കലക്കി എന്തെന്ന് വെച്ചാൽ ചെയ്. പോ ചെല്ലേ. താത്തേ നീ പൊക്കോ. താത്തോ ഞാൻ ചെയ്തോ. താത്തേ കാലത്ത് വാടക കേട്ട് അത് പക്കത്തെടുക്കാം. ഞാൻ ഒരു തതേ പറയുന്നതും കേൾക്കട്ടെ. ഞാനല്ല ഇപ്പോഴും മോനാളി ഞാൻ തന്നെ. ഇതെന്തുവാ ഇത്? കലക്ക് മാത്രമേ നടക്കുന്നുള്ളൂ. വെയിറ്റ് അടിക്കുന്നൊന്നും ഇല്ലയോ? ബിജുവേ എന്താ പുതിയ ആളുകളൊക്കെ പെയിന്റിംഗ് ആണോ? അയ്യോ പെയിന്റിങ് അല്ല കൊച്ചാട്ടാ. പെയിന്റിങ് അല്ല ഇത്. ഇപ്പം നമ്മുടെ ഈ അടുക്കളയുടെ ഈ ചെരുവ് മാത്രമേ കറുത്തിരിക്കുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഈ ഒരു ഭിത്തി മാത്രം അടിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ഭിത്തി മാത്രം അടിച്ചാൽ മതി. ഇങ്ങനെ പറഞ്ഞല്ലോ ഞങ്ങളെ വിളിച്ച് മൊത്തം അടിച്ച് ആക്കണമെന്നല്ലേ പറഞ്ഞേ? തൽക്കാലം ഈ ഒരു ഭിത്തി മാത്രം അടിച്ചാൽ മതി. നമ്മുടെ കയ്യിൽ എവിടുന്നാ കൊച്ചാട്ടാ പൈസ? എവിടുന്നാ? പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് മൊത്തം അടിക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഈ വീട് ജപ്തിയില്ല. ഈ ജപ്തി ആയിരിക്കുന്ന വീട്ടിൽ ഞാൻ എന്തോ തന്നെ വീട് മൊത്തം പെയിന്റ് അടിക്കേണ്ട ആവശ്യം എന്തുവാ? ഞാൻ കാര്യം എന്നെ എന്തോ വിളിച്ചോട്ടെ. ജപ്തിയല്ല വീട്ടിൽ പഠിച്ചിട്ട് പൈസ വന്നതോ? ജപ്തി വീട്ടിലോട്ട് ഞങ്ങളെ വിളിച്ചോട്ട് വന്നാ എവിടുന്ന് പൈസ ഇവിടെ? എന്താ അല്ലെ ഈ പൈസ ഇല്ലാതെ സമയത്ത് എനിക്ക് പെയിന്റ് മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ചേട്ടച്ചാറിന്റെ വീടിന്റെ പെയിന്റ് ബാക്കി വന്നേ. എന്നാ വിചാരിച്ചെന്നാ ഇതങ്ങ് അടിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തോണ്ട് വന്ന പെയിന്റ് ആയത്. നിങ്ങളങ്ങ് ഈ ഒരു പിച്ച മാത്രം അങ്ങ് അടിക്കണേ. ആ ബാക്കി പെയിന്റാ. ചേട്ടൻ്റെ വീട്ടിനകത്ത് പേരോ നമ്മൾ എന്തോ നടക്കുന്നത്? ഞങ്ങൾ വേദല്ലോ. ചേട്ടന്റെ വീട്ടിലെ പെയിന്റ് ബാക്കി വെച്ചാൽ അടിക്കുന്നത്. നമുക്ക് നിൽക്കേണ്ടത് ഇതെന്തോ പ്രശ്നമുണ്ട്. അന്ന വേണം തല്ല മോത്തല്ല പാലൊക്കെ വേറെ പതിക്കാൻ പോയതാണ്. തല്ല നോക്കണോ? നീ തല്ല നോക്കണേ. ഇതിപ്പോ പൈസ ഇല്ലാതെ ഇത് വല്ലതും നടക്കുമോ കൊച്ചാട്ടാ? സത്യം പറഞ്ഞ ദാരിദ്ര്യാവസ്ഥയാ. ഞാൻ എന്തോ ചെയ്താൽ പറ്റും? അപ്പൊ പൈത്ത ഇല്ലാത്ത പൈസ എന്നെ വിളിച്ചോണ്ടേ. അല്ല ഞാൻ ദുബായിൽ കേസിന് അന്തിരുന്ന നീ എന്തോ പൈത്തില്ലാത്ത നീ മോലാലി എന്തോ കോപ്പല്ലേ? എനിക്ക് പൈത്ത വിളിച്ചോണ്ട് അങ്ങനെ 10 പൈത്ത എടുക്കലുണ്ട്. നീ എവിടെ വെച്ചിട്ടാ? റോഡിൽ ഇറങ്ങുന്നതിന് മര്യാദയ്ക്ക് സംസാരിക്കണം. താനൊന്നും പറഞ്ഞല്ലോ ഞങ്ങളെ കൊണ്ട് വിളിച്ചോണ്ട് വന്നേ. പോക്കറ്റിനകത്ത് അടിക്കാനോ? പൈസ ഉണ്ടോ? പൈത്ത ഉണ്ടെന്ന് അപ്പം കൊച്ചാട്ടാ ഒരു കാര്യേ പെയിന്റ് നോക്കിട്ട് നിൽക്കില്ല മതി. പെയിന്റ് മുക്കി നിൽക്കുന്നതടിക്കില്ല. പേര് മുക്കി നിന്നടിക്കാൻ പറയാം. നിങ്ങൾ ഇവിടെ നിൽക്കുവാന്നോ? ആ ബെഡ്റൂം അങ്ങ് അടിച്ചു. അയ്യോ ഇന്ന് എന്തേ മാല ഇന്ന് ഊരാനില്ലായിരുന്നോ? ആ ഭാഗ്യം. അപ്പൊ നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? ഇത് ഒരു ഭാഗം മാത്രം അടിക്കുന്നേ കേട്ടോ. അപ്പുറത്ത് അടിക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടേ ഈ ഒരു ഭാഗം മാത്രം അടിച്ചേരെ കേട്ടോ. ഇത് പെയിന്റ് ഞങ്ങളുടെ അല്ല, ഇത്
ബാക്കി വന്ന പെയിന്റ് അടിക്കുക. ഞാൻ പറഞ്ഞു മറ്റേ പറഞ്ഞു ഈ വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ജപ്തി ആയതാ. പിന്നെ ഞങ്ങൾ അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒന്ന് കലക്കിയിട്ടേ ചെറുതായിട്ട് ഇച്ചിരി അങ്ങ് അടിച്ചാൽ മതി കേട്ടോ. അത് ചെറുതായിട്ടൊരു കറുപ്പുണ്ട്, അതങ്ങ് മാറാൻ വേണ്ടിട്ട് അതെ, ബിജു കൊണ്ട് പറഞ്ഞായിരുന്നു ഇനി വേണ്ട. അല്ല ഞങ്ങൾ കേട്ടതാ. ജപ്തി ബാക്കി വന്ന പെയിന്റ്. ആ കേട്ട് വാ, ഒരടിക്കോ അടിക്കാർക്ക് എന്തെങ്കിലും ചെയ്യട്ടെ. നടക്കട്ടെ. അവർക്ക് സംശയമൊന്നുമില്ലല്ലോ. എൻ്റെത് കുഴപ്പമില്ലായിരുന്നു, നിന്റെ പെർഫോമൻസ് ഒട്ടും സംശയമില്ല. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമാതിരി പണി കാണിക്കരുത്. ഭാര്യ ഒന്ന് പറയുന്നു, ഭർത്താവ് വേറൊന്ന് പറയുന്നു. ഞങ്ങളത് പൊട്ടന്മാരാണോ വിചാരം? ഞങ്ങൾ നിൽക്കുന്ന പോതോ. നിങ്ങൾ ധൈര്യത്തെ അടിച്ചു. പിന്നെ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ ഒന്നും ഇല്ലെന്ന്. അടിച്ചു സൈലന്റ് ആയിട്ട് അടിച്ചു. മതി. നീ കെടുക്കും, നീ ഇറങ്ങി വരണേ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഒരു കെട്ട് പൈസ വെച്ചാലും കാണത്തില്ല. എവിടാന്നോ മധുവേ? ഓ എന്തിനാ ഈ സന്ധ്യ സമയത്ത് കതവ് തുറന്നിട്ടേക്കുന്നേ? കള്ളന്മാരൊക്കെ ഉള്ള സമയമാ. ആണോ? ആ കണ്ട അപ്പുറത്തെ വീട്ടിലെ ഭാർഗവന്റെ വീട്ടിൽ കള്ളം കയറി ഇന്നലെ രാത്രിയില്. എപ്പോ? ഇന്നലെ രാത്രിയില്. അയ്യോ, 4 പവന്റെ മാല, കുറെ വള എല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോയി കള്ളന്മാര്. അതുകൊണ്ടേ ഉള്ള സ്വർണം സൂക്ഷിച്ചു വെച്ചേക്കണം. അത് ഉള്ളവർക്കല്ലേ. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ എടുത്തോണ്ട് പോവാനാ? ഇവിടെ എന്തോ ഇരിക്കുന്നു. ഇത് ഉള്ളതാണെങ്കിൽ മുക്കുപണ്ട്. അപ്പൊ ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ, പൈസ ഇല്ല. പിന്നെ ഒരു കാർ, അതാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ. നല്ല ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളു. നിങ്ങളങ്ങ് സൂക്ഷിച്ചാൽ മതി. നിങ്ങൾക്കാണല്ലോ ഒത്തിരി ഉള്ളത്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല. ഒരു നല്ല കാര്യം പറയാൻ വന്നപ്പോഴത്തേണ് ആരെയൊക്കെ കൊണ്ട് ഒളിപ്പിച്ചു നോക്കട്ടെ. അയ്യോ മധുശ്രീ, മധുവേ. എന്തുവാ? പോയി. എന്താ പോയി? നമ്മുടെ വണ്ടി പോയെന്ന്. വണ്ടി പോയി. അയ്യോ നൈറ്റിൽ ഇറങ്ങി പോകണ്ട താപ്പോട്ട്. വിചാരിക്കട്ടെ. ഇങ്ങോട്ട് കേറി വണ്ടി പോയടി. എന്താ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേക്ക് വരുന്നത്. എന്താ ഫുൾ ടാങ്ക് അടിക്കാൻ പോയേ? ഹാഫ് ടാങ്ക് അടിച്ചാ പോരായിരുന്നു? എന്തിനാ? അവർ കൊണ്ടുപോയി പതുക്കെ വരുന്നു. പോലീസിനെ വിളിക്കടി. പോലീസിനെ വിളിക്കേ. CCTV നോക്കി. നോക്ക് നിങ്ങൾ നോക്ക്. CCTV ഉണ്ട് വീട്ടില്. വീട്ടിലില്ല. ആവശ്യമില്ലാത്ത കാര്യം പറയുന്നേ. CCTV വെച്ചില്ലല്ലോ ദൈവമേ. അപ്പുറത്തുള്ളവർ വല്ലതും കണ്ടോന്ന് ചോദിച്ചാലോ? അപ്പുറത്തുള്ളവര് കരച്ചിലും ഒക്കെ കേൾക്കുന്ന. അതെ, എന്തോ പറ്റി? എന്ത് കരയുന്നേ? ഇവരെന്താ സയാമി സെറ്റുകൾ ഒട്ടി നടക്കുക. അത് ഇട്ടിട്ടില്ല. ഞങ്ങളുടെ കണ്ടി പോയി. കണ്ടിയോ? അതെന്നും പോന്നതല്ലയോ? വണ്ടി പോയിച്ചായി. വണ്ടി പോയെന്നോ? ഓ വണ്ടി പോയെന്നവിടെ. ഞങ്ങളുടെ വണ്ടി പോയി, കള്ളന്മാര് കൊണ്ടുപോയി. നിങ്ങളുടെ വണ്ടിയോ? ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാ ഞങ്ങളെ നോക്കാൻ ഏൽപ്പിച്ച വണ്ടി. വല്യച്ഛന്റെ വണ്ടി. വല്യച്ഛന്റെ വണ്ടി പോയി. വല്യച്ഛന്റെ വണ്ടി ഇല്ലയോ? നിങ്ങളുടെ അല്ലല്ലോ. കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഓ അത് അത്ര വിഷമിക്കാനൊന്നുമില്ല. വല്യച്ഛന്റെ വണ്ടിയല്ലേ. നിങ്ങൾ പറഞ്ഞില്ലേ വല്ലോരുടെയും വണ്ടിയാണെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പോലീസ് എവരെ അറിയിച്ചാലോ? പോലീസിനെ വിളിക്കാം. അയ്യോ, പോലീസിനെ വിളിച്ചാൽ എങ്ങനാ? പോലീസ്, കേസ്, കോടതി കൊടുക്കാൻ പൈസ ഉണ്ടോ? നല്ലൊരു എമൗണ്ട് ചെലവാകും. നിങ്ങൾ ദാരിദ്ര്യവാസികളില്ലയോ? അപ്പൊ എന്തോ ചെയ്യും? അയ്യോ, ഞങ്ങളുടെ വണ്ടി, വല്യച്ഛന്റെ വണ്ടി പോയി. വല്യച്ഛനോട് ഞാൻ എന്ത് പറയും? എനിക്കറിയത്തില്ല. അയ്യോ ശരി, അവരുടെ കൈ പൈസ ഇല്ല.
കാരണം വീട് ജപ്തിയായി കിടക്കുക. എന്തോ ചെയ്യാനാ, കടം, കൊച്ചിനെ പഠിപ്പിക്കണം, പിന്നെ മാലയെല്ലാം പോയി, എല്ലാം പോയി ഇരിക്കും. അവർക്ക് ഒന്നുമില്ല, മുക്കുവണ്ട. ശരിയാ, അമ്മ എപ്പോഴും ഇടുന്ന ഉടനെ അങ്ങ് ചൊറിച്ചില്ല അവർക്ക് അങ്ങ്, അതുകൊണ്ട് ഊരി വെച്ചേക്കുവാ ഇപ്പൊ ഇല്ലയോ. അല്ല, ടൗണിലേ നിങ്ങൾക്ക് 3-4 മുറി കടയൊക്കെ ഇല്ലയോ? അത് അതിൽ നിന്നൊക്കെ നല്ല വരുമാനം ഇല്ലയോ? പൂക്കേക്കും പിന്നെ അല്ലാത്ത എന്തുവാന്നാ പറഞ്ഞ മുട്ടപ്പപ്സ് 10-200 എണ്ണം ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ട്. അപ്പൊ നല്ല വരുമാനമാണല്ലോ, പൈസക്കൊക്കെ കാണത്തില്ല. ദരിദ്രവാസികളല്ലയോ? ശരിയാ. ഞങ്ങളുടെ കയ്യിൽ എവിടുന്നാ ഞങ്ങളുടെ കയ്യില്? ദരിദ്രമല്ലയോ കൊച്ചാട്ട? നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. ഇല്ലല്ലോ. ഇല്ലല്ലോ. ഉണ്ടല്ലോ. 2.5 കോടി രൂപ സഹകരണ ബാങ്കില്. അയ്യോ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം അങ്ങനൊക്കെ? നിങ്ങളുടെ ഡെപ്പോസിറ്റ് എടുക്കുന്ന ബാങ്കിലെ മാനേജർ ആരാന്ന വിചാരം? ഞങ്ങളുടെ മോനാ, വിശ്വംഭരൻ ദേവൻ, പുതുതായിട്ട് മാറി വന്ന മാനേജർ. അറിയാവോ, ഞങ്ങളുടെ മോനാതെ. അവനിപ്പോ ഈ ബാങ്കിലാണോ? നമ്മുടെ മാനേജർ മാറിയായിരുന്നോ? അയ്യോ, 2.5 കോടി അല്ലേ ഉള്ളൂ. ഈ വന്ന കാലത്ത് 2.5 കോടി വെച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ കൊച്ചാട്ടാ? 3 പേരെങ്ങനെ ജീവിക്കും? അയ്യോ ശരി, 2.5 കോടി രൂപയും കൂടി ജീവിക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ദരിദ്രവാസികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞങ്ങൾ അയൽക്കാര് നിങ്ങളെ നോക്കി നടക്കുവാണെന്നോ? നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് കൊള്ളാം, ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് കൊള്ളാം. ദരിദ്രവാസികള് എന്തൊരു മനുഷ്യരാ. കുറച്ചങ്ങ് പോട്ടെ. അതൊക്കെയാ പറഞ്ഞേ. നേരം ജീവിക്കിനി. നമ്മൾ നമ്മുടെ അയൽക്കാരെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാന് നിങ്ങള്